ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി കിളിമീൻ കിട്ടിയിട്ടുണ്ടേ. അതായത് നമ്മളെ നാട്ടിലൊക്കെ നവരാന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ഓരോരുത്തർ പിന്നെ ഓരോരോ പേരുകളാണ്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് നമ്മളിതേ നല്ലപോലെ വരഞ്ഞു വിട്ടിട്ടുണ്ട്. അതായത് ഇതിന് നമ്മൾ ഇടുന്ന മസാല ഇവന് നല്ല അടിപൊളിയായിട്ട് എല്ലായിടം എത്തി നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി അരപ്പിലോട്ട് പോകാമേ. കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, ചെറിയ ഉള്ളി. ഇഞ്ചി ഇടുന്നത് എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ അരച്ചതിന് ശേഷമാണ് ഞാൻ ഇഞ്ചിയുടെ കാര്യം ഓർമ്മിച്ചിട്ട് പിന്നെ ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ ഇപ്പോൾ ഇട്ടേക്കുന്നത് നമ്മുടെ കുറച്ച് ഉലുവാപ്പൊടിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഓക്കെ, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടൊപ്പം നിങ്ങളൊന്ന് മിക്സിയിലോട്ടൊന്ന് അരയ്ക്കണം. കാരണം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇത് നമ്മൾ അരപ്പ് നല്ലപോലെ അരയുകയും ചെയ്യും. നമ്മുടെ മീനിന് നല്ല ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം മുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതിലോട്ട് വേണ്ട നമ്മുടെ നാരങ്ങ നീരാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നാരങ്ങ നീരില്ല എന്നുണ്ടെങ്കിൽ വിനീഗർ എടുക്കാം. വിനീഗർ ഇല്ലെങ്കിൽ നല്ല നമ്മുടെ വാളംപുളി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ച് വളരെ കുറച്ച് മാത്രം വെള്ളത്തിൽ കുതിർക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ വെള്ളം ഉപയോഗിക്കാം കേട്ടോ നമുക്ക്. അതും കുറച്ചും കൂടെ നല്ല നാരങ്ങ നീരാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പുളിയും കുറച്ച് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. വിനാഗിരിയൊക്കെ നമ്മൾ എത്രത്തോളം നമ്മളെ ശരീരത്തിന് നല്ലതാണെന്ന് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇത് പറയുന്ന നല്ല നല്ല റെസിപ്പീസാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ പോസ്റ്റ് ചെയ്ത ചെമ്മീൻ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓടുന്നുണ്ടേ. നല്ലൊരു റെസിപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അത് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം തോന്നുന്നുണ്ട്. കാരണം നല്ല പോലെ ഓടിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. ചെമ്മീൻ റോസ്റ്റും പിന്നെ നമ്മൾ അടിപൊളി ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറി ഉണ്ട്, പിന്നെ നെത്തോലിക്കറി, കാരമീൻ കറി, പിന്നെ അയലക്കറി, മുളകിട്ട കറി അല്ലേ, മുളകിട്ട കറികളൊക്കെ നമ്മൾ ഇതിലോട്ട് നല്ല അടിപൊളി കടലക്കറി, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഉറപ്പായും പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അതേ നമ്മൾ അരപ്പൊക്കെ നല്ലപോലെ നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവന്മാരുടെ ദേഹത്തൊക്കെ നമുക്ക് ഇതുപോലെ നല്ല പോലെ ഒന്ന് തേച്ച് മിനുക്കി കൊടുക്കാമേ. അത് നമ്മൾ കുറച്ച് ഇതും കൂടി ഇട്ടിട്ടുണ്ട്, എന്താണ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അത് വിട്ടുപോയിട്ടുണ്ട് പറയാനായിട്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് ഇവനെ തേച്ച് മിനുക്കി നമ്മൾ വച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടുതലായി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വച്ചിരുന്നാലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി, നമ്മളെ കടകളിലൊക്കെ പോയിട്ട് അപ്പം തന്നെ നമുക്ക് പൊരിച്ച് തരുന്ന ഒരുപാട് കടകൾ നമ്മുടെ ട്രിവാൻഡ്രം വിഴിഞ്ഞം സൈഡിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനത് കഴിച്ചിട്ടില്ല, ഞാനിത് ഓരോ യൂട്യൂബ് ചാനലിലും കണ്ടിട്ടുണ്ട്. അതുപോലെ ഉണ്ടല്ലേ. അപ്പോൾ നോക്കി നമ്മുടെ ചട്ടി വെച്ചു, ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ വീഴ്ത്തി നമ്മുടെ ഓരോരോ തണ്ട് കറിവേപ്പിലയും നമുക്കിത് ഇങ്ങനെ വച്ചു കൊടുക്കാം. കാരണം നമ്മുടെ മീൻ പെട്ടെന്നൊന്നും കരിഞ്ഞും പോകത്തില്ല. ഈ കറിവേപ്പിലയുടെ ടേസ്റ്റ് നമ്മുടെ മീനിന് കിട്ടുകയും ചെയ്യും. നമ്മളെ കേരള സ്റ്റൈൽ മീൻകറി എന്നൊക്കെ പറയുമ്പോൾ കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ മുൻപന്തിയിലാണേ സ്ഥാനം. കറിവേപ്പില ഇല്ലാതെ എന്ത് കറിയല്ലേ നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ അതേ നമ്മൾ ഓരോന്നായിട്ട് എടുത്തിടാവേ. ഇത് നല്ല അടിപൊളി മീനാണ് കേട്ടോ, നല്ല സൈസും നല്ല ഫ്രഷുമാണ് കേട്ടോ ഇവൻ. അതുപോലെ തന്നെ നല്ല വിലയും ഉണ്ട് കേട്ടോ ഇവന്. ഈ പ്രാവശ്യം മീൻ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു. എന്താണെന്ന് അറിയാൻ വയ്യ. നാട്ടിലൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു മീനിനൊക്കെ നല്ല വില കൂടി വരുന്ന സമയമാണെന്ന് തോന്നുന്നു. ചൂട് സമയം ആയതുകൊണ്ടാണോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ അതേ നമ്മൾ പതുക്കെ അവനേക്ക് ഇട്ട് മറച്ചിട്ടിട്ടുണ്ട്. കാരണം എനിക്ക് മൊബൈലും വെച്ചിട്ട് മറച്ചിടുന്ന ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ മൊബൈൽ ഓഫാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് മിസ്സായി പോകുന്നത്. ദേ നോക്ക്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് അടിപൊളിയായിട്ട് അലങ്കരിച്ച് നല്ല അടിപൊളി അപ്പുറം ഇപ്പുറമൊക്കെ നമ്മുടെ കുറച്ച് ക്യാരറ്റ് കുട്ടന്മാരെയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.